ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ അൻസാരി ഉസ്താദിനോടുണ്ടല്ല ചാണക സംഖ്യയുടെ കുരുവട്ടില് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ അൻസാരി ഉസ്താദിനോട് നല്ല ഹിന്ദുക്കളുടെ സ്നേഹമുണ്ടല്ല, ആ സ്നേഹവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അൻസാരി ഉസ്താദിനോട് ഒരു ഹിന്ദുക്കളുടെ സ്നേഹം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പോരാളി കർണൻ എന്ന് പേരിട്ട് കിടക്കുന്ന ഒരു ചാണക സംഖ്യ നമ്മൾ അൻസാരി ഉസ്താദിന് ഒരുപാട് കുറ്റം പറഞ്ഞത് കാണിച്ചിരുന്നു. അങ്ങനെ അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞ പോരാളി കർണൻ എന്ന് പേരുള്ള ആ ചാണക സംഖ്യനുണ്ടല്ല, ഭരണിക്കാവ് ജയപ്രകാശ് എന്ന് പേരുള്ള ഒരു ഹിന്ദു സഹോദരൻ ഉണ്ടല്ല, എടുത്തിട്ട് നല്ലോണം അലക്കി. എന്തായാലും നമുക്ക് അൻസാരി ഉസ്താദിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഭരണിക്കാവ് ജയപ്രകാശ് ഉണ്ടല്ല, ആ ചാണക സംഖ്യന കണ്ടം വഴി ഓടിക്കുന്ന മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മുടെ നാട്ടിൽ പുതിയ തരം ഒരു വിപണി ഇറങ്ങിയിട്ടുണ്ട്. അതേത് വിപണിയാ? എന്റെ പോരാളിച്ചേട്ടാ, നമ്മുടെ നാട്ടില് കന്നുകാലി വിപണിയുണ്ട്, നമ്മള് കൃഷികളൊക്കെ ചെയ്തു കൊടുക്കുന്ന വിപണിയുണ്ട്, പിന്നെ വേറെ ഏത് വിപണിയാണുള്ളത്? നിങ്ങൾ കാര്യം പറഞ്ഞ എന്തായാലും. നന്മമരം ബിസിനസ്. ഓ, നന്മമരം ബിസിനസ്സോ? ചേട്ടാ, അത് ഇപ്പോഴും ഇറങ്ങിയതല്ല, അത് നിങ്ങൾ ഇപ്പൊ കണ്ടതായിരിക്കും വീഡിയോ. ഇതിന് മുമ്പേ ഇറങ്ങിയിട്ടുള്ളതാണ്, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. അതിന്റെ ലേറ്റസ്റ്റ് ഡീലറാണ് സോഷ്യൽ മീഡിയയിലെ ഈ അൻസാരി. എന്റെ പൊന്ന് പോരാളിച്ചേട്ടാ, നിങ്ങൾക്ക് തെറ്റി. അൻസാരി ഉസ്താദ് അല്ല ഇത് കൊണ്ടുവന്നേ. ഇതിനു മുമ്പേ ഒരുപാട് നല്ല നന്മ മരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഒരു വേറെ ലെവലായിരുന്നു, പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷെ അൻസാരി ഉസ്താദ് അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല, അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. എന്തായാലും കേൾക്കട്ടെ, പോരാളിച്ചേട്ടന്റെ വർത്തമാനങ്ങളൊക്കെ കേൾക്കട്ടെ. ഒരു ഹൈന്ദവ കുടുംബത്തിലെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് 28 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വീഡിയോയുമായി മൂപ്പര് വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അത് അങ്ങനെ തന്നെ പറയണം. നമ്മളൊക്കെ നല്ലത് ചെയ്ത് നല്ലതെന്ന് തന്നെ പറയണം. പറഞ്ഞു സഹായിച്ചതിനെ അംഗീകരിക്കാം. ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ നമ്മൾ പിന്നെ എന്നാ ചെയ്യാനാണ്? പക്ഷെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് ക്യാമറ നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്. അതെന്നാ വാചകമാ? കേക്കട്ടെ. 28 ലക്ഷം രൂപ നമ്മൾ എല്ലാവരും കൂടി ഒന്നു ചെയ്യണം. ജാതി വർഗ്ഗം നമ്മളെല്ലാം സമാധി കൊടുക്കണം. ഇനി ബാക്കിയുള്ള പൈസ 28 ലക്ഷം രൂപ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും പിന്തുണ നടത്താൻ വെല്ലുവിളിയല്ല, അഭ്യർത്ഥന. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഇത് സമാധാനം മാത്രമല്ല, വ്യക്തിഗതമായി പറയും കണ്ടും ആ പാവപ്പെട്ട ഒരു 10,000 രൂപ കിനാവ് കാണാൻ കഴിയാത്ത സൂര്യന് തന്റെ മകൾ സൂര്യക്ക് വേണ്ടി നമ്മൾ 28 ലക്ഷം രൂപ തിരിച്ചു. ബാക്കി പൈസ ഇത് സൂര്യമാണ്, സുധാബിയല്ല. ലക്ഷ്മികാന്ത ശശി ടീച്ചർ ഈ കാണുന്ന സകലത്തോട് പറയാണ്, സുധാബിയല്ല സൂര്യ. നമ്മൾ ജാതി നോക്കില്ല, മനുഷ്യനാണെന്നുള്ള പൊന്നു പോരാളിച്ചിട്ടാ. അൻസാരി ഉസ്താദ് ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അല്ലേ? ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികൾ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു വീഡിയോ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ പറഞ്ഞ വ്യക്തികളെല്ലാം വിഷം ചീറ്റുന്നതല്ലാതെ എന്തെങ്കിലും രീതിയിലൊന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ഒരു കുഞ്ഞിന് ഒരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ 10 പൈസ കിട്ടത്തക്ക രീതിയിൽ ഇവരെന്തെങ്കിലും നന്മമരങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇന്ന് നല്ലത് ചെയ്യുന്നവനെ അത് ഇല്ലായ്മ വരുത്തിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്, ഒരുപാട് അസുഖം ബാധിതരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഇതേപോലുള്ള ഓരോ ആൾക്കാർ ഒരു വീഡിയോ ചെയ്തു കൊടുക്കുമ്പോഴാണ് പല ആൾക്കാരിൽ നിന്ന് നമുക്ക് 10 രൂപ കിട്ടുന്നത്, ആ കുടുംബത്തിന് വേണ്ടി അത് ഉപകാരപ്പെടുന്നത്. നിങ്ങളൊക്കെ ഇതേപോലെ വിഷം ചീറ്റുന്നതല്ലാണ്ട് എന്ത് ഉപകാരമാണ് ഈ നാടിന് ചെയ്ത് ഒന്ന് പറഞ്ഞുതരാമോ? അദ്ദേഹം കാണിക്കുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ? അദ്ദേഹം 28 ലക്ഷം രൂപ വീഡിയോ ചെയ്ത് കൊടുത്ത് വന്നിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തികൾ ബാക്കി തിരിച്ചു കൊടു, എന്താ പറ്റുമോ? എന്റെ ഒരൊറ്റ ചോദ്യം അതാണ്. ആ ബാക്കി കേട്ട പോരാളിച്ചിട്ടാ. അൻസാരി, നിന്റെ ഉള്ളിലിരിക്കും ആ കുറുക്കൻ ബുദ്ധിയും മനസ്സിലാക്കാൻ വലിയ ജോലിസ്യം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പൊന്നു പോരാളിച്ചിട്ടാ, അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് ഒന്നുമില്ല, നല്ല മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് കുറച്ചൊന്ന് അടുക്കുമ്പോഴറിയാം അദ്ദേഹം എന്താണെന്നുള്ളത്. ഓക്കെ, ബാക്കി പോരട്ടെ പോരാളിച്ചിട്ടാ. ഒരു ഹിന്ദു കുഞ്ഞിനെ സഹായിച്ചു എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ഹിന്ദു സമൂഹത്തെ മൊത്തവും അങ്ങോട്ട് പരിഹസിക്കുക. പൊന്നു പോരാളിച്ചിട്ടാ, അദ്ദേഹം ഒരു മനുഷ്യനെയും അല്ലെ ഒരു വ്യക്തികളെയും പരിഹസിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ സോഷ്യൽ മീഡിയ വന്ന് ഇതേപോലെ തന്നെ കറങ്ങണ അടിക്കുന്ന ആൾക്കാര് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന 28 ലക്ഷം രൂപ അദ്ദേഹം സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ പരിഹസിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവർ നിങ്ങൾ എല്ലാവരും ഒത്തുതീർന്നിട്ട് 10 ലക്ഷം രൂപ ഒപ്പിച്ചു കൊടു, അതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, അല്ല വേറൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു കുട്ടികളെ പോലും മോശം പറഞ്ഞിട്ടില്ല. ഈ ജാതി മതം നോക്കാതെ എല്ലാ മനുഷ്യരെയും ഒരേപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ഒരുപാട് അടുത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരുപാട് അടുത്ത് അതിന് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിനോട് അടുക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അതൊക്കെ നമ്മൾ കേട്ട് പഠിക്കേണ്ടതാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ അതിനെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് വരുന്ന ആൾക്കാരെ അതല്ല, അങ്ങനെ നമ്മൾ അതിനെ അങ്ങ് കുത്തിത്തിരിപ്പിക്കല്ലേ. നിങ്ങളുടെ ആളുകൾക്ക് അസുഖം വന്നിട്ട് നിങ്ങൾ ആരും സഹായിച്ചില്ല, ഒടുവിൽ എന്നെ പോലെയുള്ള മുസ്ലിങ്ങൾ വരേണ്ടി വന്നു. അതേ പോരാളിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ചെന്നായിരുന്നു ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ? ആരും ചെന്നിട്ടില്ല. വേറൊരു വ്യക്തി വന്ന് ചെയ്തു കൊടുത്തപ്പോൾ എന്തിനാണ് ഇത്ര അസൂയപ്പെടുന്നത്? അത് നല്ല കാര്യമല്ലേ? നമ്മുടെ കൂട്ടത്തിലുള്ള ആരും ചെന്നതുമില്ല, ഒന്നുകൊണ്ട് സഹായിച്ചതുമില്ല, എന്നിട്ട് ഒരു വീഡിയോ പോലും ചെയ്തു കൊടുത്തില്ല. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം വന്നൊരു വീഡിയോ ചെയ്ത് കൊടുത്തു, ആ കുഞ്ഞിന് വേണ്ട ചികിത്സയ്ക്കുള്ള കുറച്ച് ഫണ്ടുകൾ കിട്ടിയപ്പോൾ അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഇതേപോലെ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ വർഗീയവേഷം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ബാക്കി പോരട്ടെ, എന്റെ പോരാളിച്ചേട്ടാ, ബാക്കി കൂടെ കേട്ടെ. എന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ആ ചീപ്പ് ബുദ്ധിയുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെയാണ് നിന്റെ ആ ഇരട്ടത്താപ്പും കപടതയും നമ്മൾ പൊളിച്ചെടുക്കേണ്ടത്. പോരാളിച്ചേട്ടാ, ഏതാ ഈ ഇരട്ടത്താപ്പ്? അതെനിക്കൊന്നും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞുതരാമോ വിശദമായിട്ട്? കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടതാണ് ടോണി അച്ചായൻ എന്നൊരു മനുഷ്യൻ ഒരൊറ്റ മുറിയിൽ കിടന്ന് നരകിച്ച ഒരു പാവം മുസ്ലിം കുടുംബത്തെ സഹായിക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത്. ടോണി അച്ചാൻ ഒരു മുസ്ലിം കുടുംബത്തെ സഹായിച്ചു, അൻസാരി ഉസ്താദ് പല ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, അതേപോലെ മറ്റുള്ള ആൾക്കാരും വേണ്ട രീതിയിൽ എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതിനെന്താ പ്രശ്നം? ഒന്ന് പറഞ്ഞേ.
ലക്ഷക്കണക്കിന് രൂപയുടെ സഹായമാണ് അദ്ദേഹം ചെയ്തത്. പോരാളി ചേട്ടാ, അദ്ദേഹത്തിന്റെ പൂർവികരൊക്കെ നല്ല രീതിയിൽ പണം സമ്പാദിച്ചിട്ടുള്ള വ്യക്തികളാണ്. ടോണി അച്ചായൻ അതിലേറെയും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അൻസാരി ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അങ്ങനെയല്ല. അദ്ദേഹം വീഡിയോ ചെയ്തു കൊടുത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ആ വീഡിയോ കണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ആ കുടുംബത്തിന് സഹായം കിട്ടുന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം? അൻസാരിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും നാൾ നിന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആ കുടുംബം അവിടെ കിടന്ന് നരകിച്ചപ്പോൾ നിന്റെ ഈ വലിയ നന്മ മരം എവിടെയായിരുന്നു? പൊന്നു പോരാളി ചേട്ടാ, അൻസാരി ഉസ്താദ് ഒരുപക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ടോണി അച്ചാന്റെ അടുത്ത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ ആ കുടുംബത്തോടെ ആരെങ്കിലും ബന്ധപ്പെട്ടുണ്ടാവും. അൻസാരി ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും പോയി അവിടെ വീഡിയോ ചെയ്ത് കൊടുത്തനെ. അദ്ദേഹം അറിയാത്ത കാര്യങ്ങൾ അവിടെ പോയി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അത് അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ടെക്നോളജി ഒന്നുമില്ല. ആ മുസ്ലിം കുടുംബത്തെ സഹായിക്കാൻ ടോണി അച്ചായൻ എന്ന മനുഷ്യ സ്നേഹി വരേണ്ടി വന്നു. വന്നിട്ട് അദ്ദേഹം നിന്നെ പോലെ കോപ്രായം കാണിച്ചോ? എന്റെ പൊന്നു പോരാളിച്ചേട്ടാ, അതിന് കോപ്രായം കാണിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ആ സോഷ്യൽ മീഡിയയിൽ വന്ന ഗുണഗുണം അടിക്കുന്നവനെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പോരട്ടെ ഞാൻ ക്രിസ്ത്യാനിയാണ്, മുസ്ലിങ്ങളെ സഹായിച്ചു, ഇനി ബാക്കി മുസ്ലിങ്ങൾ നോക്കിക്കോ എന്ന് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മോങ്ങിയോ? ഇല്ല. കാരണം ടോണി ചാൻ ഒരു മുസ്ലിം അല്ല, അൻസാരി ഉസ്താദ് ഒരു മുസ്ലിം ആയിപ്പോയി. അതാണിപ്പം പോരാളിച്ചേട്ടന്റെ വിഷമമെന്ന് എനിക്ക് തോന്നുന്നു. പോരട്ടെ എന്തായാലും ടോണി അച്ചായൻ ചെയ്തത് മനുഷ്യത്വമാണ്. ടോണി അച്ചാൻ ചെയ്തൊരു മനുഷ്യത്വമാണ്. കാരണം അദ്ദേഹം മുസ്ലിം അല്ല കേട്ടോ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിപ്പോയി. പോരട്ടെ. നിന്റെ ഉള്ളിലുള്ളത് കടുത്ത വർഗീയ വെറുപ്പും അഹങ്കാരവുമാണ്. അതെ. കാരണം അൻസാരി ഉസ്താദ് ഒരു മുസ്ലിം ആയിപ്പോയി, അതുകൊണ്ടാണ് എന്റെ പോരാളിച്ചേട്ടൻ അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷെ ഒരു മുസ്ലിം അല്ലായിരുന്നെങ്കിൽ പോരാളിച്ചേട്ടൻ പറയത്തില്ലായിരുന്നു. അതെനിക്ക് ഉറപ്പായിട്ട് ഇപ്പൊ മനസ്സിലായി കേട്ടോ. ഹിന്ദുക്കളോടുള്ള വെറുപ്പ് തീർക്കാനും അവരെ നാണം കെടുത്താനും വേണ്ടി ഒരു പാവം കുഞ്ഞിന്റെ രോഗാവസ്ഥയെ നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമായി നീ മാറ്റിയെടുത്തു. എന്റെ പൊന്ന് പോരാളിച്ചേട്ടാ, ഇയാൾ എവിടായിരുന്നു കേട്ടോ? ഇയാള് മനുഷ്യനല്ലായിരുന്നു. ഇയാൾ വീഡിയോ ചെയ്യുന്ന ഈ കൊണകൊണ അടിക്കുന്നുണ്ടല്ലോ, അപ്പൊ താങ്കൾക്ക് പോയി ഒരു വീഡിയോ ചെയ്തു കൊടുത്തുകൂടായിരുന്നു? ഈ നല്ലത് ചെയ്യുന്നവനെ ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. കൊണയടിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കാൻ തോന്നുന്നുണ്ട്. ഒരു സഹായം ചെയ്യുമ്പോൾ അതിൽ മതത്തിന്റെ മതിൽക്കെട്ടുകൾ കെട്ടാനും മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും നോക്കുന്നത് യഥാർത്ഥ നന്മയല്ല അൻസാരി. പൊന്നു പോരാളിച്ചേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. കാരണം എന്താ അറിയാമോ, ഇന്ന് അദ്ദേഹത്തിന്റെ മതത്തിൽ മാത്രമുള്ളവർക്ക് വീഡിയോ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എത്ര ഹിന്ദുക്കൾക്ക് അദ്ദേഹം വീഡിയോ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം എത്ര ക്രിസ്ത്യാനികൾക്ക് വീഡിയോ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയരുത് നിങ്ങൾ. ഇതിനാണ് പറയുന്നത് വർഗീയ വിഷം എന്ന് പറയുന്നത്. ഇപ്പം ആരാണ് വർഗീയ വിഷം ചീറ്റുന്നതെന്ന് ഇതിൽ കൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ കാണുന്ന ജനങ്ങൾക്ക്. അത് വെറും ബിസിനസ്സാണ്, ശുദ്ധ ചെറ്റത്തരമാണ്. അതെ, ബിസിനസ്സായിട്ട് ഏറ്റെടുത്തവന് അതൊരു ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. പക്ഷേ അൻസാരി ഉസ്താദ് അങ്ങനെയല്ല കേട്ടോ. വീഡിയോയിട്ട് പൈസ ഉണ്ടാക്കാനും വ്യൂസ് കൂട്ടാനും ഇനിയും ഒരുപാട് ഐറ്റങ്ങൾ നിനക്ക് കിട്ടും. എന്റെ പൊന്നു പോരാളിച്ചിട്ടാ, നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഒരുപാടുണ്ട്, മില്യൺ ആവാൻ പോവാണ്. അത് നിമിഷ നേരം കൊണ്ട് ആയിരിക്കും. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അദ്ദേഹം ഒരു മണിക്കൂർ പോലും വേണ്ട ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ലക്ഷങ്ങളാണ് കാണുന്നത്. താങ്കൾ അതിട്ടാൽ അത് കാണുമോ? അദ്ദേഹത്തിന് വ്യൂസിന്റെയും ഫോളോവേഴ്സിന്റെയും ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്താണെന്നുള്ളത് അദ്ദേഹമായിട്ടൊന്ന് അടുക്കുക. അപ്പോ നിങ്ങൾക്കുണ്ടായി തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കിട്ടും കേട്ടോ. അതൊരു ക്രിമിനലിയാണ്. പക്ഷെ അതിനുവേണ്ടി ഈ നാടിന്റെ ഐക്യം തകർക്കാൻ നോക്കരുത്. അതെ, പോരാളിച്ചേട്ടനോടാണ് പറയാനുള്ളത് കേട്ടോ. ഈ നാടിന്റെ ഐക്യം തകർക്കാൻ നോക്കരുത്. ഇതൊരു കുത്തിത്തിരിപ്പല്ലേ. ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ജാതിയും മതവും നോക്കാതെ സഹായിക്കാൻ മലയാളികൾക്കറിയാം. നിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കും ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ പൊന്നു പോരാളിച്ചേട്ടന് ഒരു ബുദ്ധിയില്ലാന്നുള്ളത്. എന്റെ പൊന്നു പോരാളിച്ചേട്ടാ, നമ്മൾ മനുഷ്യരെല്ലാരും കൂടി ഒത്തൊരുമിക്കുമ്പോഴാണ് അത് വലിയൊരു വിജയമായി മാറിക്കിട്ടുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ പൊന്നു പോരാളിച്ചേട്ടൻ ഒരുപാട് മാറാനുണ്ട്. കുത്തിത്തിരിപ്പ് ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കേട്ടുന്നുണ്ട് കേട്ടോ. നന്മയുടെ ലെവലിൽ വന്ന് മനുഷ്യരെ വിഭജിക്കാൻ നോക്കുന്ന ഇത്തരം കപട വർഗീയവാദികളെ ജനങ്ങൾ തിരിച്ചറിയണം. നമോ നമ. എന്റെ പൊന്നു പോരാളിച്ചേട്ടാ, നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. മനുഷ്യരാണ്, എല്ലാ മതസ്ഥരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് അത് വലിയൊരു വിജയമായിട്ട് മാറുന്നത്. നിങ്ങൾ ഇതിനിടയ്ക്ക് ക്രിമികളിൽ എല്ലാം കൂടെ കുത്തിത്തിരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചുമ്മാതെ തമ്മിലടിപ്പിക്കാൻ നോക്കരുത്. എന്തായാലും പോരാളിച്ചേട്ടൻ എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. അപ്പം ഓക്കെ, ഒരാളുടെ ജാതിയോ മതമോ കണ്ടിട്ടല്ല അളക്കേണ്ടത്. ഓക്കെ, ജയപ്രകാശ് ആട്ടാ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വർഗീയത മാത്രം പറഞ്ഞ ചാണക സംഖ്യയിലുണ്ടല്ല, ഇങ്ങനെ തന്നെ കണ്ടം വഴി ഓടിക്കണം. ഇതിന്റെ വേറൊരു പ്രശ്നം എന്നറിയാം, ഏതെങ്കിലും മുസ്ലിങ്ങളാണ് ഈ ചാണക സംഖ്യക്ക് മറുപടി കൊടുക്കുന്നുണ്ടല്ല, ഈ ചാണക സംഖ്യകള് അതിലും ഉണ്ടല്ല, അതിലും വർഗീയത കാണും. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും പോലത്തെ ഹിന്ദുക്കൾ തന്നെയാണ് ഈ ചാണക സംഖ്യക്ക്, ഉസ്താദിനെ കുറ്റം പറഞ്ഞ ഈ ചാണക സംഖ്യക്ക് നല്ല മറുപടി കൊടുക്കേണ്ടത്. അപ്പോഴെന്തായാലും പോരാളിക്കാരൻ എന്ന് പേരിട്ട് യഥാർത്ഥക്കാരനെ അപമാനിക്കുന്ന ഈ ചാണക സംഖ്യന കണ്ടം വഴി ഓടിച്ച ജയപ്രകാശ് ഭരണിക്കാവിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.